ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഏതൻസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഡ്രൈ റോസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഡ്രൈ റോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ബീഫിൻ്റെയൊക്കെ കൂട്ട് തന്നെ ഡ്രൈ റോസ്റ്റായിട്ട് ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ബീഫാണെന്നേ തോന്നുകയുള്ളൂ. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് എന്നോട് കമൻറ്റ് പറയണേ. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫ്രോസൺ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, അതേപോലെ തന്നെ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുള്ളി ഉപയോഗിക്കാം, വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കറിവേപ്പില, തേങ്ങാക്കൊത്ത്, വെളിച്ചെണ്ണ, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ പെരുംജീരകം, വലിയ ജീരകം, നല്ല ജീരകം, പെരുംജീരകം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് പാനിനകത്തേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. അതിനകത്ത് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വിതറി കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി ആണ്. അത് രണ്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ നിങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ പീസുകളായിട്ട്, വലിയ പീസുകളായിട്ടല്ല, ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്താൽ ഇത് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകത്തില്ല. ചെറിയ പീസുകളായതുകൊണ്ട് അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് മുറുക്കം കിട്ടും. അതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി അടച്ചു വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ബാക്കി ചിക്കനകത്തുള്ള വെള്ളം കൂടെ ഇറങ്ങി അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അത് റെഡി ആയി കിട്ടും. അതിനുശേഷം അടച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കറിവേപ്പില വിതറി കൊടുത്തിട്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഒന്ന് റോസ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് ഈ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. കടുക് വറുത്താനായിട്ട് ഉപയോഗിച്ചിട്ട് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കടുക്, വെളിച്ചെണ്ണ, അതേപോലെ തന്നെ കറിവേപ്പില. കടുക് പൊട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അത് ഗോൾഡൻ റോസ്റ്റായി കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ കുറച്ച് കാശ്മീർ ചില്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചിക്കനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചോറിന് ഗസ്റ്റിനൊക്കെ